കേന്ദ്ര സർക്കാരിന്റെ സഹായം ലഭിക്കുമെന്ന് ഉറപ്പായതോടെ ആശ്വാസത്തോടെ പുലിക്കളി സംഘങ്ങൾ. വീണ്ടും ഒരു പുലിക്കളി കൂടി വിളിപ്പാടകലെ എത്തി നിൽക്കുമ്പോൾ കഴിഞ്ഞ തവണ നടത്തിയ പുലിക്കളിക്ക് കേന്ദ്ര സഹായമായി പ്രഖ്യാപിച്ച 3 ലക്ഷം രൂപയുടെ ഫണ്ട് അനുവദിച്ചിട്ടുള്ള സന്തോഷത്തിലാണ് പുലിക്കളി സംഘങ്ങൾ. ഏറെ പ്രതിഷേധമുയർത്തേണ്ടി വന്നു അല്ലേ? തീർച്ചയായിട്ടും കഴിഞ്ഞ ഒരു വർഷമായിട്ട് നമ്മൾ ഈ ഒരു കാര്യത്തിന് വേണ്ടി നിൽക്കുകയായിരുന്നു. കാരണം കഴിഞ്ഞ വർഷം ഇങ്ങനെ ഒരു തീരുമാനം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായി എന്നറിഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച പുലിക്കളി സംഘങ്ങളാണ്. കാരണം പുലിക്കളി സംഘങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സാമ്പത്തിക ബാധ്യത നേരിടുന്ന ഈ സമയത്ത് 3 ലക്ഷം എന്ന് പറയുന്നത് വലിയൊരു തുകയാണ്. അപ്പോൾ അത് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു. പക്ഷേ പിന്നീടാണ് അതിൻ്റെ ചില ടെക്നിക്കൽ കാരണങ്ങൾ കൊണ്ട് അതെന്തായിരുന്നു കാരണം ഒരു വർഷം കഴിഞ്ഞു, അടുത്ത പുലിക്കളി വരേണ്ടി വന്ന പണം ലഭിക്കാൻ സംസ്ഥാന ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് വീഴ്ചയാണെന്നാണ് അന്ന് സുരേഷ് ഗോപി കഴിഞ്ഞ യോഗത്തിൽ ജൂലൈയിൽ പറഞ്ഞത്. ശരിയാണോ? അതെ, അതായത് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള യാതൊരു കറസ്പോണ്ടൻസും ഞങ്ങൾ ടീമുകളായിട്ട് നേരിട്ടുണ്ടായിരുന്നില്ല. കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്നോ ടൂറിസം MP എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നില്ല. നേരിട്ട് കേരള സർക്കാരായിട്ടായിരുന്നു. അപ്പോൾ അതിൽ പല നോംസും പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. കാരണം ഇതൊരു സാമ്പത്തിക ധനസഹായമല്ല, ഇതൊരു സ്പോൺസർഷിപ്പായിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറേ കാര്യങ്ങൾ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ നോംസ് പാലിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ടെക്നിക്കലായിട്ട് ഇത് മാറ്റി വെച്ചിരുന്നത്. ഇതൊരു പുലിക്കളി സംഘങ്ങൾക്ക് സാമ്പത്തിക സഹായം വലിയ ആവശ്യമായിരുന്നു. ഇത്തവണ എത്ര പുലിക്കളിയാണ്? 9 ടീമുകൾ കൂടുതൽ വരുമോ? രജിസ്ട്രേഷൻ പൂർത്തിയായിരിക്കുകയാണ്. ഇപ്പോൾ 9 ടീമുകൾ തന്നെയാണ് ഇത്തവണ രംഗത്തുള്ളത്. എന്തായാലും 3 ലക്ഷം രൂപ കേന്ദ്ര ഫണ്ട് കൂടി ലഭ്യമാകുന്നതോടെ വരും വർഷങ്ങളിലും അത് ലഭ്യമാകും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ കൂടുതൽ പുലിക്കളി സംഘങ്ങൾ തൃശ്ശൂരിലെ 4-4 പുലിക്കളിക്കായി സ്വരാജ് റൗണ്ടിലിറങ്ങും എന്നാണ് പ്രതീക്ഷിക്കുന്നതും. TCVക്ക് വേണ്ടി ക്യാമറമാൻ ആഷിഖിനോടൊപ്പം മുകേഷ് ലാൽ.